ഒരു മുഅ്മിനായ മനുഷ്യ വലിയ ചിന്തിക്കണായൊരു വിഷയമായിരിക്കരുത്. ഏറ്റവും വലിയ ചിന്തന, എപ്പോഴും ദുആ, എപ്പോഴും ആസ, എപ്പോഴും സദാസമയത്തുള്ള ഭയക്ക് ആയിരിക്കണോ ഹുസ്നുൽ ഖാത്തിമ ചൊല്ലൊരു വിഷയം. ആ അള്ളാഹുരുടെ ദുആർക്കുടെ ടൈമിലോ എവിടെ കാബത്ത് കാണുമ്പോൾ ദുആർക്കുമ്പോൾ നല്ല നല്ല റമദാൻ്റെ രാവ് ജാവുങ്ങ, റമദാൻ 27 ജാവുങ്ങ, ഷാബാൻ ബറാത്തിലെ ജാവു, ഇതുപോലത്തെ ഏത് നല്ല നല്ല ടൈമും വലിയ വലിയ മഹാന്മാരുടെ പോയിട്ട് ഔലിയാക്കന്മാരുടെ പോയിട്ട് ഞങ്ങൾ എത്തുമ്പോൾ ഇങ്ങനത്തെ ഏത് ടൈമിലും അല്ലെങ്കിൽ ഒരു സ്വതക കൊടുക്കുമ്പോൾ ഒരാളുടെ ദ്വാർക്ക് ചൊല്ലുമ്പോൾ ഞങ്ങൾ ആക്കണായ ഞങ്ങളെ മനസ്സിൽ പറഞ്ഞായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമായിരിക്കട് ഹുസ്നുൽ ഖാത്തിമ ചൊല്ലൊരു വിഷയം. ഹുസ്നുൽ ഖാത്തിമ ചൊല്ലെങ്കിൽ എന്ത് നല്ല നിലക്ക് മരിക്കടെ, അവസാനം നല്ലതായിട്ട് മരിക്കടെ, ഈമാൻ കിട്ടി മരിക്കടെ ചൊല്ലൊരു വിഷയം. ഇതിന് ഞങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കൊള്ളും. ഇനി ഇതിൽ ഒരു തെല്ല് യാറുകൊണ്ടി വന്നെങ്കിൽ എല്ലാം പോയിട്ട് ഇതിന് വിഷയം ഞങ്ങൾ പഠിക്കണം. അത് കിട്ടണമെങ്കിൽ എന്തിനാക്കണോ, ಅದಕ್ಕೆ ಎಂದ್ರ ಮಾರ್ಗಗಳುಂಟು. ನಾವು ನಲ್ಲದುപോലെ ಚಿಂತಿಕನಾയ ವಿಷಯയിരിക്കും. പണ്ടത്തെ വലിയ വലിയ ഔലിയാക്കൾ സ്വഹാബത്തെ മഹാന്മാരെല്ലാവരും എപ്പോഴും പേടിച്ചുകൊണ്ടിരുന്ന വിഷയമായിരിക്കും. റബ്ബേ എൻ്റെ അവസാനം എന്തായിരിക്കും, അല്ലാഹുവേ എൻ്റെ അവസാനം എന്തായിരിക്കും, നാ എങ്ങനെ മരിക്കലായിരിക്കും കൊന്തിര അക്കൊന്ന് ഈമാൻ തന്ന മരിപാട് റബ്ബേ. ഒരേ മഹാന്മാർ ചൊല്ലേ ഓണൊന്ന് ഈമാൻ കിട്ടി മരിച്ചല്ലവോ, വലിയ അത്ഭുതമാണ്. ആരെ വലിയ വലിയ സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിട്ട് ഈമാൻ കിട്ടി മരിച്ചല്ലേ, മരിപ്പൊന്ന് ഈമാനോട് കൂടെ ഇത്തല്ലേ, വലിയൊരു വിഷയം. അതൊരു വലിയ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം. പരിശുദ്ധമായ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കരേണ്ടെങ്കിൽ മുസ്ലിം അല്ലാണ്ട് നിങ്ങൾ മരിക്കുക തീരാ, മുസ്ലിമായ സ്ഥിതിയിലല്ലാണ്ട് നിങ്ങൾ മരിക്കുക തീരാ. മുഅ്മിനെ ഒരിക്കലും മുഅ്മിനല്ലാത്ത മനുഷ്യക്ക് അവൻ എത്രയെന്നെല്ലാക്കിയെങ്കും അള്ളാഹുടെ മുട്ട അത് സ്വീകരിക്കൊണ്ടില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ലോകത്ത് സിഷ്ടാവായ അള്ളാഹുടെ മുട്ട ഏറ്റവും കബൂലിയത്തുള്ള സ്വീകാര്യമുള്ള ദീനേത് കേട്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം ദീൻ മാത്രമാണ്. ഒമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ. ഒരു മനുഷ്യ ഇസ്ലാം അല്ലാത്ത ദീന്റെ മീത്തോർത്ത് ആഗ്രഹിച്ചെങ്കിൽ ഒരിക്കലും അത് അല്ലാഹു സ്വീകരിക്കില്ല. ആഖിറത്തിൽ വലിയ നഷ്ടപ്പെട്ടവനാണ്. ഇതെല്ലാം ഞങ്ങൾ വളരെ ശ്രദ്ധിക്കണമായൊരു വിഷയമായിരിക്കും. കാരണം ഞങ്ങൾ ഒട്ടിക ജീവിച്ചങ്ങ, ഞങ്ങൾ റായത്തിൽ ജീവിച്ചങ്ങ, ഞങ്ങളെ ചുറ്റുഭാഗത്തിൽ ജീവിച്ച് ചുറ്റുഭാഗത്തെ റായങ്ങളിൽ ആണും പെണ്ണായിട്ടും എന്തെല്ലാം വിഷയത്തേക്ക് ദീൻ വിട്ടുപോയോണ്ടുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ സില്ലി വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു പെണ്ണിടെ വിഷയത്തിന് വേണ്ടിയിട്ട്, പൈസ ആശ, ഇന്നിത്ര എന്തെന്ത് ചെറിയ ചെറിയ സില്ലി വിഷയത്തിന് മാത്രമല്ല, ഇങ്ങനത്തെ ഒന്നുമില്ലാണ്ട് വെറും ഒരു മോഡേൺ ചിന്തന വന്നിട്ട് സ്കൂളും കോളേജിൽ പോയിട്ട് എന്തെല്ലാം ലിബറിസം പല പല സമ്മുകൾ വന്നിട്ട് ചിന്തന വന്നിട്ട് ദീൻ വിട്ടു പോകേണ്ടത് കണ്ടുകൊണ്ടുള്ള ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമായൊരു വിഷയമായിരിക്കും. ഇമാമി ഇങ്ങനെ ചൊല്ലേ, ഇമാം ഹദ്ദാദ് റളിയല്ലാഹു ചൊല്ലു വലൈസ യഖ്ദിറുൽ ഇൻസാനു അലാ യമുത നഫ്സഹു അലൽ ഇസ്ലാം. ഒരു മനുഷ്യക്ക് അവൻ്റെ കഴിവിൽപ്പെട്ടതല്ല ഇസ്ലാമോടുകൂടി മരിക്കലേ ചൊല്ലത്, അവൻ്റെ കഴിവിൽപ്പെട്ടതേ അല്ല. അത് അല്ലാഹുടെ പ്രത്യേക തൗഫീക്ക് വേണൂല. അതിക്ക് നല്ലതുപോലെ സ്വറെടുക്കണൂല, നല്ലതുപോലെ സ്വറെടുക്കണം. അല്ലാഹുടെ പ്രത്യേക തൗഫീക്കണം. അല്ലാഹുടെ എപ്പോഴും ദ്വാർക്കണം. എപ്പോഴും മനുഷ്യനെ മനസ്സിലിക്കണായത് വെറുപ്പാണ്. ദീനല്ലാത്ത നിലക്ക് നാം മരിക്കുക തീരാ ചെന്നിട്ടു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ രാജാധികാരം കിട്ടിയിട്ട്, വലിയ രാജാധികാരം, ഇത്ര വലിയ രാജാവ് ആയിട്ടാണ് ജീവിച്ചത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവായിട്ട് അധികാരം കിട്ടിയ ടൈമിലും ദുആറിന് വലിയ ശ്രദ്ധേയമായ ദുആ ആയിട്ട് അല്ലാഹുവേ എനക്ക് നീ ദുനിയാവിൽ വലിയ സ്ഥാനങ്ങളും എല്ലാം നീ തന്നെ, പക്ഷേ എൻ്റെ കണ്ടീഷൻ ആ രാജാവായിട്ടിക്കൂ, എനിക്ക് വലിയ 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 അധികാരങ്ങൾ നീ തന്നിട്ടിക്കുക, സൗന്ദര്യങ്ങൾ തന്നിട്ടിക്കുക, നിയമത് തന്നിട്ടിക്കുക, എൻ്റെ അബ്ബം നിനക്ക് തിരിച്ചു കിട്ടിയിട്ട് എൻ്റെ സഹോദരൻ എല്ലാം നിനക്ക് തന്നെ, പക്ഷേ അക്ക് നീ ആക്കണായ വലിയൊരു സ്വറ തവഫനി മുസ്ലിമാ, നൻ്റെ നീ മുസ്ലിമായ മരിപാട്ടണം റബ്ബേ. ഒരേ ഒരു കണ്ടീഷനാണ് രാജാവായ അയാൾ ചൊല്ലി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മക്കളൊട്ടിക്ക്
വഫാത്തിന് മുന്നലാക്കുന്ന വസിയത്ത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടുള്ളതാണ് നിങ്ങൾ മരിക്കുക തീറാ. നിങ്ങളെ എത്രേ നിസ്കരിക്കട്ടെ, എത്രേ നോമ്പ് പിടിക്കട്ടെ, എത്രേ സ്വതക കൊടുക്കട്ടെ, ജീവനമേ ദീനിലായിട്ട് ജീവിച്ച, അമലായിട്ട് ജീവിച്ച, പക്ഷേ അൽ അഅ്മാലു ബിൽ ഖവാത്തിം, മനുഷ്യരെ അമലിനെ സംബന്ധിച്ച് തീരുമാനം കൊടുക്കുന്നു. അത് ഖവാത്തിം, അവസാന സെക്കൻഡ്, നിമിഷമാണ് ചൊല്ലില്ല, അവസാനത്തെ സെക്കൻഡ് നോക്കിയിട്ടാണ് ഈ മനുഷ്യ സ്വർഗത്ത് പോയിടുമോ നരകത്ത് പോയിടുമോ തീരുമാനിക്കുന്നത്. ഇത്രേ നല്ല മനുഷ്യ അങ്ങനത്തെ ചരിത്രങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ആയിരക്കണക്കിന് ചരിത്ര കിതാബുകളുണ്ട്. വലിയ വലിയ സൂഫിയായിട്ട് ഇബാദത്തിൽ ജീവിച്ചിട്ടുള്ള ഈമാനില്ലാണ്ട് സത്യവിഷയങ്ങൾ. അല്ലാഹുവേ നഊദുബില്ല, അല്ലാഹു കാത്ത് സലാമത്താക്കി പെരുമാറാകട്ടെ. ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി ദുആർക്കണം, അതിക്ക് വേണ്ടിയുള്ള സ്വരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ കോട്ടികെട്ടൽ വർഷക്കാലത്തെ ജീവിതത്തുകളിലെ ഏറ്റവും വലിയ വിജയത്തുകളുടെ തെരുവതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ ഹുസ്നുൽ ഖാത്തിമയോടെ മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് മുഅ്മിനീങ്ങളെ, മനുഷ്യരെ ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ദുആ സദാസമയത്തിലും കൽബിലിക്കണായ ഒരു വിഷയമായിരിക്കരുത്. ഈമാനോടുകൂടെ മരിക്കുന്ന വിഷയം, ഈമാൻ സലാമത്തായി മരിക്കണം. പലപ്പോഴും ആൾമാർ ഉസ്താമാരുടെ മറ്റും ദുആ വസിയത്താക്കുമ്പോൾ ചൊല്ലാറ് സാധാരണ ഈമാൻ സലാമത്തായി മരിക്കുക ദുആറും. അത് വലിയൊരു അങ്ങനത്തെ ഒരു പേടിയും അങ്ങനത്തെ ഒരു കൽബുൽഗത്തിൽ ഉണ്ടെങ്കിലത്തെ ഒരു ആഗ്രഹം ഈമാൻ്റെ ലക്ഷണമായിരിക്കും. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടെ ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസലഹു. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അല്ലാഹു അവനക്ക് അസലാക്കുന്നുണ്ട്. അസൽ എന്തിനാ ചെന്നിട്ട് സ്വഹാബിനെ കേട്ടിട്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരായിട്ടിക്കട് യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ തുമ്മ യഖ്ബലുഹു അലൈഹി. ഓണുകോ ചൊമ്മ നൽകാരിയാക്കുകയോ നല്ല സ്വനാക്കുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കും. അതിൽ പിന്നെ അല്ലാഹു അനുറൂഹ് കൊടുക്കും. ഇതൊരു മനുഷ്യർ അല്ലാഹു കൊടുക്കുക വലിയ ഖൈറായിരിക്കുന്നുണ്ട്. അപ്പോൾ സൽക്കർമ്മങ്ങൾ കുറെ ആക്കിയിട്ട് പിന്നെ മരിക്കലേ ചെറിയൊരു വിഷയമാണ്. ഇത് അല്ലാഹു തആല കൊടുക്കുന്നതിൻ്റെ വലിയൊരു ഗിഫ്റ്റായിട്ടിരിക്കണം മനുഷ്യൻ. ഇത് വ്യാഖ്യാനിച്ചു ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു, മൻ യുഖിദു ഖബ്ല മൗതിഹി ബിമുദ്ദതി യതമക്കനു ബിഹാ മിന തസവ്വുദി ബിഅമലിൻ സ്വാലിഹിൻ യുഖ്തിമു ബിഹി ഉംറഹു. ചില അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കാണ്ടി കുറേ മുന്നലും മരിക്കലെ കാണ്ടി കുറേ മുന്നലും നല്ല നല്ല സ്വറാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ടൈം കൊടുക്കുന്നുണ്ടായിരിക്കും. തൗബാക്കുകയോ സ്വതക്ക കൊടുക്കുകയോ അർസന്നങ്ങളെ പിരിസാക്കുകയോ അതുപോലെ ചൊമ്മ ഖുർആൻ ഓതുകയോ ദിക്ർ എടുക്കുകയോ ഇങ്ങനെ ചൊമ്മ നല്ല സ്വറാക്കുക കുറേ മരിക്കലെ കാണ്ടി കുറേ മുന്നലെ അല്ലാഹു അതൊക്കെ വ്യവസ്ഥ തൗഫീഖ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയങ്ങളായിരിക്കും. ഇതെല്ലാം അള്ളാഹുരുടെ മനസ്സറിഞ്ഞ് ദുആർന്നത് കൊണ്ടിട്ടും പേടിയോട് ജീവിച്ചത് കൊണ്ട് അല്ലാഹു തആല നൽകുന്ന ഒരു ഗിഫ്റ്റായിരിക്കും. ഞങ്ങൾ മാത്രം ശ്രദ്ധിക്കല. ഞങ്ങളുടെ കൂട്ടത്തിലെ മരിക്കലെ കാണ്ടി കുറേ മുന്നൽ വളരെ നല്ല സ്വഭാവത്തിൽ നല്ല ഇബാദത്ത് ഓരോ ഇബാദത്തെടുത്ത് മരിക്കണമെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന തൗഫീഖായിട്ട് ഹുസ്നുൽ ഖാത്തിമ ലാസ്റ്റ് മരിക്കുമ്പോൾ നല്ല നിലക്ക് മരിക്കുന്ന ലക്ഷണമായിട്ട് ചിലാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കയുടെ തെല്ലു മുന്നൽ ഒരു തൗഫീഖ് കൊടുക്കും. മരിക്കരു തെല്ലു മുന്നൽ സൽക്കർമാക്കും. അപ്പോൾ എങ്ങനെ ഒരു തൗബ ഖലാലിസായ തൗബാക്കും അല്ലാഹു ടൈം കൊടുക്കും. അല്ലാഹു ചൊമ്മ ദോഷാക്കിയതെന്നൊക്കെ നീ മാഫി അല്ലാഹു ആഖിറ വിജയിപ്പിക്കും. ഇങ്ങനെ ഒരു മരണത്തെ തെല്ലു മുന്നലും കുറേ ടൈം ഒന്നല്ല, ഒരു തെല്ലു മുന്നൽ തൗബാക്കും അല്ലാഹു തആല ടൈം കൊടുക്കും. ഇതും ഈ ഹുസ്നുൽ ഖാത്തിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ലക്ഷണമായിരിക്കും. ഐഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഒരു മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കൊടുക്കുക ഉദ്ദേശിച്ചെങ്കിൽ ചിലപ്പോൾ ഓണ്ട് മരിക്കൽ കാണ്ടി ഒരു വർഷം മുന്നൽ ഒരു പ്രത്യേക മലക്കട് അല്ലാഹു തആല ഏൽപ്പിക്കൊണ്ടായിരിക്കും. ഒരാളെ നല്ലാത്ത അല്ലാഹു ഉദ്ദേശിച്ചു ഇന്ന് മരിക്കൽ ഒരു വർഷം മുന്നലും. അപ്പോൾ ഈ മലക്ക് വന്നിട്ട് ഓണക്ക് നല്ല തെറി ചെന്ന് കൊടുക്കൂടെ, ഓണക്ക് പല വിഷയങ്ങൾ ചെന്ന് കൊടുക്കൂടെ. അപ്പോൾ ഓണു
ആ ഒരു വർഷത്തിലാക്കിയ അമൽ വളരെ സൂപ്പറായിരിക്കും. മരിക്കുമ്പോൾ വളരെ നല്ലൊരു സാഹചര്യത്തിൽ മരിക്കും. ഞാൻ എത്ര ആളെ നിങ്ങൾ കാണില്ലേ, ഞാൻ ശ്രദ്ധിക്കില്ല, അത്ര കാണ്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കും ആവില്ല. അല്ലെങ്കിൽ ഇന്നൊരുത്തരെ നല്ല ചൊല്ലുമ്പോൾ നാളെ മനസ്സ് പണില്ല, അത് നാളെ കുറച്ച് അയാൾ നല്ല നിലക്ക് മറിച്ചിരിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല നല്ല ചൊല്ലുക, നല്ലത് കണ്ടുപിടിക്കുക, ഞങ്ങൾ അങ്ങനത്തെ മനസ്സേക്കില്ല ചിലപ്പോൾ. അല്ലാഹു ഇങ്ങനെയൊക്കെ കുറേ ആൾമാർ ഞങ്ങളുടെ കൂട്ടത്തിലേക്കിടാറ് മരിക്കുമ്പോൾ. അതേപോലെ ആൾമാർ ചൊല്ലാറ് മാത്ത ഫുലാൻ ഹൈറമാക്കാൻ, ഈ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സ്ഥിതിയിലായിരിക്കും മരിച്ചത്. ഒരു വർഷം ഇത്തരമുള്ള സ്വറാക്കിയ അങ്ങനത്തെ ഇബാദത്തെടുത്ത, എത്ര പള്ളികളുടെ ഹെൽപ്പാക്കിയ, ആവത്തെങ്കിൽ ഹെൽപ്പാക്കിയ, നല്ല വിഷയത്തിൽ ഹെൽപ്പാക്കിയ, ആ നല്ല സ്വഭാവത്തിൽ ജീവിച്ച കുടുംബത്തങ്ങളെ കാണുക പോയാൽ എന്തെല്ലാം നന്മയാക്കി മരിച്ച ഇതിൻ്റെ ആൾമാർ ചൊല്ലാറുണ്ട്. ഇനി ചില ആൾമാർ ഒരു മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കൊടുക്കുക ഉദ്ദേശിച്ചാൽ ഇങ്ങനെയൊക്കെ ചില ആക്കളുണ്ടായിട്ട് ഈ നിലക്ക് അല്ലാഹു തആല ഖൈർ കൊടുത്ത ആളുണ്ടായെങ്കിൽ മലക്ക് ഓണ്ടൊട്ടിಗೆ ಬರುമ്പോൾ ಅಯ್ಯತುಹ ನಫ್ಸುಲ್ ಮುತ್ಮಇನ್ನ അല്ല ഓൻ്റെ റൂഹ് കൂറുമ്പോമേ വളരെ 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 ഖൈറായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഊരുണ്ടായി. ഓൻ്റെ റൂഹ് കൂറുമ്പോൾ വളരെ വളരെ നല്ല കൊസിയിലായിട്ട് മലായിക്കത്തോണ്ട് റൂഹ് എടുത്ത കൊണ്ടുപോകും. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന പോലെ മരണാനന്തര ജീവനാച്ചുള്ളൊരു വിഷയത്തെ അങ്ങ് പഠിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കണായത് വെറും പേടിജനകമായ, വെറും ഒരു കഷ്ടജനകമായ വിഷയങ്ങൾ മാത്രമല്ല, എത്രയോ സന്തോഷങ്ങളുണ്ടോ. ആ സന്തോഷത്തെ എടുത്തുള്ളത് ഞങ്ങളെ കൊണ്ട് സാധ്യമാവും. അങ്ങനത്തെ അമല ഞങ്ങൾക്കുണ്ടാവും. എങ്ങനത്തെ റൂഹ് എത്ര സന്തോഷത്തിൽ റൂഹ് കൊണ്ട് വിഷയമായിരിക്കും. അതേ ഒരു മനുഷ്യർക്ക് അല്ലാഹു തആല ഒരു ഷർറ് ഒരുത്തരെ ബെടക്കാക്ക് ഉദ്ദേശിച്ചെങ്കിൽ ശൈത്താൻ കൊണ്ട് മുട്ട വറുണ്ടായിരിക്കും. മരിക്കടെ ആ വർഷത്തിൽ ശൈത്താൻ വന്നിട്ട് ഓണ് മുന്നോട്ട് അങ്ങനത്തെ നല്ല നല്ല സ്വർത്തിലേക്കു. പക്ഷേ ഓൺ എല്ലാ ബെടക്കത്തരങ്ങളും ആവശ്യമാക്കിയിരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ ഈ മനുഷ്യ റൂഹ് എടുക്കുമ്പോൾ അസ്രായീൽ ചൊല്ലി അയ്യതുഹ നഫ്സുൽ ഖബീസ, ബെടക്ക് പിടിച്ച മനുഷ്യ ഖുർജി ഇലാ സഖ്തിൻ മിൻ അല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തിലുള്ള ക്രോധം, അർസം, ആ നഷ്ടം, നാശത്തുക അർസത്തുക പോയിട്ട് എത്തു ചെന്നിട്ടായിരിക്കും റൂഹ് പിടിച്ചുകൊണ്ടേ. അപ്പോൾ മരണത്തെ അവർ കുറിയുന്നത് വളരെ ബെടക്കായ ഒരു സാഹചര്യത്തിൽ എത്തിരച്ചുള്ളത് അമലുകളുടെ വിഷയത്തിൽ അത് വലിയൊരു അവസാനം ആത്മബദ്ധ നഷ്ടപ്പെടുകയുള്ള കാരണമായിട്ട് തീരുണ്ടായിരിക്കണം. അതുകൊണ്ട് നിരന്തരമായ അമലാക്കളാണ് ഞങ്ങളെ വിജയത്തുകളുടെ ലക്ഷ്യനായിരിക്കുന്നത്. ഹബീബുന റസൂലുള്ളാഹി ഇതിനെ ചൊല്ലേ ആരത്തെ ദുആ, ഇത് ഞങ്ങൾ എപ്പോഴും ദുആർക്കണം. ഈ ദുആ അറബിലായെങ്കിൽ അറബിൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഭാഷയിൽ അല്ലാഹുമ്മ ജഅൽ ഖൈറ അമലി ഖാതിമത വഖൈറ ഉംരി ആഖിറ. ഇതിനർത്ഥ അല്ലാഹുവേ എൻ്റെ അമലിൽ ഏറ്റവും ഖൈറായത് ഖാതിമത്ത്, ഇനി ലാസ്റ്റിലാക്കി തരണോണ്ട്. എൻ്റെ ജീവിതത്തിൽ ആക്കടെ അമലുകളെ കൊടുത്ത് ഏറ്റവും നല്ല അമൽ നീ ആക്കണ കാക്കുപാട്ടനായത് ഖാതിമത്ത്, എൻ്റെ ലാസ്റ്റ് ടൈമിലായിരിക്കണേ. അതുപോലെ എൻ്റെ ആയുസ്സിൽ ഏറ്റവും ഖൈറായതാക്കണായത് ആഖിറ, ആയുസ്സിൽ ലാസ്റ്റിലായിരിക്കണേ. ഈ ഒരു ദുആ എപ്പോഴും നമ്മൾ ദുആർക്കണം. നിങ്ങളെ ആ ലാസ്റ്റ് ടൈമിൽ എൻ്റെ അമലിൽ നീ കുറച്ചിരണ്ട, ഏറ്റവും നല്ല നല്ല അമലാക്കി പാട്ടുന്ന നബി റസൂലുള്ളാഹി തന്നെ ദ്വാർന്നുകൊണ്ടിരുന്ന ഒരു ദുആയിരിക്കട്ടെ. ഇതൊരു വിജയത്തുകൊള്ളെ ഒരു ലക്ഷണായിരിക്കണ്ടായിരിക്കട്ടെ അല്ലേ. ഹബീബുന റസൂലുള്ളാഹി ഹദീസിൽ ഒരു മനുഷ്യ മരിക്കല് കാണ്ടി ഒരു നാളെ മുന്നേ തൗബാക്കിങ് അല്ലാഹു തആല സ്വീകരിക്കൊണ്ടായിരിക്കും. ഇന്നൊരു ഹദീസിലുള്ള ഒരു മനുഷ്യ 14 മുന്നേ തൗബാക്കിങ് അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ടായിരിക്കും. സ്വഹാബികൾ ഇങ്ങനെ ചർച്ചാക്കടെ ഹദീസുകളെ സംബന്ധിച്ചിട്ട് ഇന്നൊരു സ്വഹാബികളുടെ ഒരു മനുഷ്യർ മരിക്കല് കാണ്ടി കുറേ ഗണ്ട മുന്നേ തൗബാക്കിങ് അല്ലാഹു തആല സ്വീകരിക്കൊണ്ടായിരിക്കും. നബി തങ്ങൾ ഹദീസ് ഇന്നൊരു സ്വഹാബികളുടെ നബി തങ്ങൾ ചൊല്ലി നാ കേട്ട ഒരു മനുഷ്യരുടെ റൂഹ് തൊണ്ടകളുടെ എത്ര കാണ്ടി മുന്നേ തൗബാക്കിങ് അല്ലാഹു സ്വീകരിക്കും. അത്രയും നല്ലാകുകൾ അവകാശം അല്ലാഹുവിനാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യർ അത്രയും ആ ലാസ്റ്റ് നിമിഷങ്ങൾ മരിക്കട കാണ്ടി ഒരു 5 നിമിഷം മുന്നോ അല്ലെങ്കിൽ ഒരു നിമിഷം മുന്നോ ഖാലിസായ നിലക്ക് അഥവാ എത്രയോ ദോഷമാക്കിയ മാഫാക്കിനെ ഞാൻ ആക്കില്ല, നല്ല നീ സ്വീകരിക്കുന്ന ഒരു ഖാലിസായ തൗബാക്കിങ് അല്ലാഹു തആല സ്വീകരിക്കൊണ്ടായിരിക്കും. ഇത്രയും നല്ലാക്കും അല്ലാഹു തആല അവകാശം തന്നിട്ടുണ്ടാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങ ചൊമ്മ അല്ലാഹുവിന്റെ ദുആറിന്റെ വിഷയമായിരിക്കും. മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദുആർക്കടെ ഒരു ശൈലിയായിരിക്കും. ഓ ഹൃദയത്തെ മരിക്കടെ അല്ലാഹുവേ, ഹൃദയത്തെ മരിക്കടെ എന്തിരെ ചേഞ്ച് ആക്കടെ അല്ലാഹുവേ. മനുഷ്യ അല്ലെ നല്ല സ്വഭാവത്തിലും നല്ല ദീനിലും നല്ല തത്വത്തിലൊക്കെ മനുഷ്യ
ചിലപ്പോൾ ഹൃദയ ചേഞ്ച് ആയിട്ട് കൊണ്ടു അവണോ ഒന്ന് ദീൻ എതിരായ വിശ്വാസങ്ങളുടെ കൽബിൽ കൊണ്ടു, ഇൽമുക്കെതിരായ വിഷയങ്ങളുടെ കൽബിൽ കൊണ്ട്. അതേപോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ ആ ഒരു ഹക്കായ ആദർശത്തിന് വിരുദ്ധമായ വിഷയങ്ങളുടെ കൽബുക കൊണ്ട്. ഏതോ ഒരു വാഴ കേട്ടിട്ടിക്കിട ആരമാണ്, എന്തോ ബുക്ക് ഓതിട്ടിക്കിട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങായിരോട്ട് കൂട്ടിട്ടിക്കിട. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കൊണ്ട് ഹൃദയം ചേഞ്ചായി പോയി. ഇത് ഹൃദയത്തെ ഒരു സ്വഭാവമാണ്. ആ ഹൃദയം ഇങ്ങനെ ചേഞ്ച് ആയിട്ടിരിക്കണം, മുക്കല്ലിബ് തക്ലീബായിട്ടിരിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ദുആ എന്ന് പറഞ്ഞാൽ ഒരു ദുആ, അങ്ങനെ സബ്ബിത്ത് ഖൽബി, എന്ന ഹൃദയത്തെ സുബൂത്താക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇതെല്ലാം ഞങ്ങൾ സദാ ടൈമിലും ഇതെല്ലാം ഞങ്ങൾ ദുആത്തിൽ പറഞ്ഞു. വെറും ദുനിയാവു അവതാ റബ്ബേ, സ്വത്ത് താ റബ്ബേ, മക്കളെ മങ്ങിലാക്കി താ റബ്ബേ, മക്കളെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി താ റബ്ബേ, ഇത് വേണു ദുആ. ഇതൊക്കെ മാത്രം നിങ്ങൾ ഒതുമതിറ. വലിയൊരു ദുആന് വേണായത് ആഖിറത്ത് നന്നായി മരിപ്പിക്കണേ റബ്ബേ എന്നിട്ട്, ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ റബ്ബേ എന്നിട്ടുള്ളൊരു ദുആ. ഇത് നാളെ കൽബിൽ സദാ വന്നുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ പടിമാറ്റിയൊരു ദുആണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങളെ നീ നേരത്തെ ഒരു ഗത്ത വന്നര, ദീനുൽ ഇസ്ലാം ഗത്ത വന്നര, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വാസം നമുക്ക് നീ തന്നര, നല്ല നല്ല സ്വഭാവം നമുക്ക് നീ പടിപാടി തന്നര. പക്ഷെ ഇനി നിന്റെ ഹൃദയത്തെ നീ ചേഞ്ച് ആക്കിയിരണ്ട റബ്ബേ. ഖുർആൻ പടിപാട്ടിയ ദുആ ആയിട്ട് ഈ ദുആ. ഇത് നിന്റെ ഹൃദയത്തിൽ നീ തപ്പ് തെരുപ്പെടുത്ത പോയിരണ്ട. അത് നല്ലയിലുള്ള ഓക്കെ, നല്ലയിൽ ഇന്നെങ്കും നിന്റെ നീ ബെടക്കാക്കിരണ്ട. അപ്പോൾ ഇവരും കുറേ നിസ്കരിച്ചുകൊണ്ടില്ല, നോമ്പ് പിടിച്ചുകൊണ്ടില്ല, ഖുർആൻ ഓതിയൊണ്ടില്ല, ഉള്ളത് കൊണ്ടിട്ടു ഞങ്ങൾ നല്ല അവസാനം നല്ല അവള് ചൊല്ലകാവില്ല. ഇങ്ങനത്തെ ദുആകൾ നിങ്ങൾ ഉണ്ടാക്കണം. നല്ല തെരുക്കത്തുപാട്ടിൽ പിന്നും അതിന് നീ തപ്പിരണ്ട റബ്ബേ, തപ്പായിട്ടിരണ്ട റബ്ബേ ചെന്നിട്ടുള്ള ദുആ പരിശുദ്ധമായ ഖുർആൻ പടിപാടി ദുആ ഇരിക്കട്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ ഭാഗത്ത് നീ താ ചെന്നിട്ടുള്ള അർത്ഥം എന്നെങ്കിൽ ദുആ. ഇതെല്ലാം എന്തായിരിക്കട്, ഹസ്നുൽ ഖാത്തിമ, ഞങ്ങൾ അവസാനം നല്ല നിലക്ക് മരിക്കുകൊള്ളൊരു സൂചനകളും അതിൻ്റെ കാരണങ്ങളാണ് ഈ ചെന്ന വിഷയങ്ങൾ. അതേ സൂഉൽ ഖാത്തിമ, ഒരു മനുഷ്യൻ നീചനായി മരിക്കരുത്. അവസാനം ഈമാൻ സലാമത്താവാണ്ട് ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കരെങ്കിൽ അല്ലാഹു കാത്തു സലാമത്താക്കി തീരുമാനാകട്ടെ. ഇതൊരു വിഷയം. ഇതിനെ സംബന്ധിച്ചുള്ള പേടി സദാ ടൈമിലും താങ്കളുടെ മനസ്സിൽ വേണോ. സൂഉൽ ഖാത്തിമ, അവസാനം നാരിട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക തീരാ. ഹബീബുന റസൂലുള്ളാഹി ഒരു ഹദീസിലുണ്ട്. ഈ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ വേണം. വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അവനല്ലാണ്ട് വേറെ ഇലാഹില്ല, അള്ളാഹുവോട് സത്യം പിടിച്ച് നാൾ ചെന്നുകൊണ്ടില്ല. ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ. ഒരു മനുഷ്യ ജീവിതത്തിൽ ആക്കടെ സ്വരങ്ങൾ കേട്ടെങ്കിൽ സ്വർഗ ഗ്യാരണ്ടി അത്രയും വലിയ സ്വരായിരിക്കട്ടെ. ഓണ്ട് നിസ്കാരം, ഓണ്ട് നോമ്പും, ഓണ്ട് സ്വതക്കവും, ഓണ്ട് സ്വഭാവം അങ്ങണിക്കും. പക്ഷേ ഒരു മുളത്തത്രമേ ഗ്യാപ്പുള്ള സ്വർഗത്തിലെത്തും. അത്ര മുട്ടായിട. ഇനി 1.5 ഫീറ്റ് എത്തിയെന്നെ, 1.5 ഫീറ്റ് കഴിഞ്ഞെന്നെ സ്വർഗമേ കിട്ടും. ആ ടൈമിലാണ് അള്ളാഹുടെ ഒരു തീരുമാനമുണ്ട്. ഓണോ നരകത്തെ സ്വറാക്കട, ഓണോ ഓണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന സ്വറാക്കട, ഓൺ വിദ്യാർത്ഥിക്ക് പോകണ്ട, മുബത്തദീങ്ങളിട്ട് കൂട, നിരീശ്വരവാദികളിട്ട് കൂട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുടെ വിശ്വാസവും നഷ്ടപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഫയുദ്ഖിലുഹാ, നരകത്തിಗೆ വലിച്ചേരെ. ഇതെല്ലാം നബി തങ്ങൾ ചെന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ഇങ്ങനത്തെ വിഷയത്തെ ശ്രദ്ധ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും വേണം. ദുആകൾ ഈ വിഷയത്തിൽ വേണം. നബി തങ്ങൾ ചെന്ന വിഷയമായിരിക്കരുത്. ഇന്നൊരു ഹദീസായിരിക്കും, ഒരു മനുഷ്യ നരകത്തെ സ്വറാക്കള ഓണാക്കടെ സ്വറ നോക്കിയെങ്കിൽ ഓണാക്കാത്ത ബെടക്കത്തറില്ല. എല്ലാ ബെടക്കത്തിലും ഓൺ മുന്തു, എല്ലാ ബെടക്കിലും ഓണ് മുന്നോലേ ഉള്ള. പക്ഷേ നരകത്തിലെത്തുകയിൽ 1.5 ഫീറ്റ് ഒരു മുള ബാക്കിയില്ല, ഒരു മുള. ഫയസ്ബുഖു ഇലൈഹിൽ കിതാബ്, അല്ലാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. നല്ല സ്വറാക്കട ഓൺ സ്വർഗത്ത് കിടക്കട. അപ്പോൾ മനസ്സിലായില്ല മനുഷ്യ എത്ര ജീവിതത്തിൽ നന്മാക്കിയത് കൊണ്ടിട്ടു തിന്മാക്കിയത് കൊണ്ടിട്ട് ഓൺ സ്വർഗത്ത് പോകണം തീരുമാനിക്കുമല്ല. അവസാനം അവനക്ക് അള്ളാഹു താല കൊടുക്കണമെങ്കിൽ വിഷയം എന്തിനാണ് ആലോചനയ്ക്ക് നോക്കണം. അപ്പോൾ ഈ ഓണ്ട് ബെടക്കാക്കുള്ള തെരുകൾ പലതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യ മരിക്കണമെന്നല്ലോ ഓണ്ടിട്ടിക്ക് ശൈത്താനുമുണ്ട്. 2 ശൈത്താൻ പണ്ടുണ്ടായിരിക്കും മരിക്കണമെന്നല്ലോ. ഒന്ന് വലത്തെ ഭാഗത്ത് കുറേ ശൈത്താന്, ഇടത്തെ ഭാഗത്ത് കുറേ ശൈത്താന്. അങ്ങനെ വലത്തെ ഭാഗത്തുള്ള ശൈത്താൻ കൊണ്ട് അബ്ബടെ രൂപത്തായിരിക്കും ചിലപ്പോൾ വേണ്ടതായിരിക്കും. അബ്ബടെ രൂപ കോലം കാണുമ്പോൾ ഇതെല്ലാം സൂൽ ഖാത്തിമ, ബെടക്കായ നിലക്ക് മരിക്കുന്ന ലക്ഷണങ്ങൾ ചൊല്ല്. ഓ മോനെ ഒരു അബ്ബടെ രൂപത്തിൽ ചൊല്ല്, അബ്ബടെ പോലെ ഉപദേശിക്കുന്ന മരിക്കുമ്പോൾ ശ്രദ്ധിക്കോ ഏത് നിലക്കാണ് ഈമാൻ ഊർജ്ജം നിട്ടു.
അബ്ബടെ കോലത്തിൽ വന്നിട്ടാണ് ശൈത്താനുകളുടെ ഓ മോനെ നിന്റെ നാൾ നല്ല നിലക്ക് വലുത്തിര നിന്റെ നാൾ പിരിസാക്കിര കെരുപ്പ കാറ്റിര പക്ഷേ നീ ഇത്രത്തോളം മുസ്ലിമായിട്ട് ഇന്ന സമല്ല നീ നസ്രാണയായി നീ മരിക്കുക അങ്ങനെ ശൈത്താൻ അബ്ബടെ രൂപത്തിൽ ഉപദേശിക്കും. ഇടത്തെ ഭാഗത്തിൽ ഉമ്മയുടെ രൂപത്തായിരിക്കും ഒരു ശൈത്താനുമുണ്ട്. മോനെ നിന്നെ നാ നല്ല പെരുസാക്കിര ഇക്കനാണ് ചോറാക്കി തന്നിര ഇക്കനാണ് കുടിക്കുന്ന വ്യവസ്ഥ ആക്കി ഇങ്ങനെ ഓൺകാക്കി ഉപകാരങ്ങളെല്ലാം ചൊന്നിട്ട് ചൊല്ലേ ഇനി യഹൂദി ദീനിൽ നീ മരിക്കുക അത് നല്ല ദീൻ ശൈത്താനാണ് ഉമ്മയുടെ രൂപത്തിൽ വണ്ടി. ഇതെല്ലാം ഒന്നായിരിക്കട്ടെ ഈമാൻ നഷ്ടപ്പെടുത്തുകൊള്ള അതിലെ ഒരു സൂചനകളാണ്. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാമാണ് തദ്കീറ ചൊല്ലിയ കിതാബിൽ ഈ വിഷയം വ്യക്തമായി ചൊന്നത്. അപ്പോൾ സൂഉൽ ഖാത്തിമയായിട്ട് മരിക്കുക ഒരു അടയാളങ്ങളാണിത്. അപ്പോൾ സൂഉൽ ഖാത്തിമ ചൊല്ലുമ്പോൾ സൂഉൽ ഖാത്തിമ ചെന്നതിന് ഏറ്റവും നികൃഷ്ടമായ ഒരു സന്നിവേശം മരിക്കുമ്പോൾ വളരെ നാത്തമായ നിലക്ക് മരിക്കരുത്. എന്ത് വിഷയത്തിൽ? ആരോഗ്യത്തിൻ്റെ വിഷയത്തിലല്ല, ഈമാൻ്റെ വിഷയം. അപ്പോൾ അത് രണ്ട് നിലക്കൊണ്ടുകൊണ്ടാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു ചൊല്ലുന്നത് പഠിച്ചിരിക്കുന്നത്. രണ്ട് നിലക്ക്. ഒന്നാമത്തത് ഓണ് മരണത്തിന് മുട്ടാവുമ്പോൾ ഓൻ്റെ മനസ്സിൽ സംശയമുണ്ട്. ദീൻ്റെ വിഷയത്തിൽ സംശയ, അള്ളയുടെ വിഷയത്തിൽ സംശയ, നബിയുടെ വിഷയത്തിൽ സംശയ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ സംശയ, സംശയങ്ങൾ വേണ്ടേ, നിഷേധങ്ങൾ വേണ്ടേ, ദീൻ്റെ വിഷയ, അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് ആദർശത്തെ വിഷയങ്ങൾ, നല്ല പഠിച്ച് ദീനിൽ സ്ഥിരീകരിക്കപ്പെട്ട വിഷയങ്ങളെ സംശയവും നിഷേധവും വേണ്ടേ. അപ്പോൾ റൂഹു കൊണ്ട് തൊണ്ടകുലിക്ക് എത്തുമ്പോൾ ഇതേ സംശയത്തിൽ നിഷേധത്തെ ഉണിക്കിടും. സംശയ ദീൻ്റെ വിഷയത്തിൽ പലതും സംശയം, അള്ളയുടെ വിഷയത്തിൽ നബിയുടെ വിഷയത്തിൽ സംശയം. ഓണിങ്ങനെ മിക സംശയത്തെ ഇക്കുമ്പാണ് ഓണ് റൂഹ് പോണ്ട്. ഈ മനുഷ്യക്ക് ശാശ്വത നരക ഗ്യാരണ്ടി, സംശയമേ ഇല്ല. ഓണ് തൗബാക്ക് ടൈം കിട്ടിയിട്ടില്ലേ ഓണ്ട് നരക ഗ്യാരണ്ടി. ഇത് ഒരു സൂഉൽ ഖാത്തിമയുടെ വിഷയമായിരിക്കല്. ഇനി അതിലെ കണ്ടൊരു കീഴ് സ്റ്റെപ്പായിരിക്കല് മരിക്കരെ മുട്ടാകുമ്പോൾ ഓണ്ട് ദുനിയാവിട്ട ഓവർ പിരിസവുണ്ട്. ദുനിയാവുടെ സുഖത്തെ പിറവത്തിലും ദുനിയാവുടെ ആസര പിറവത്തിലും ദുനിയാവുടെ സുഖാഡംബരത്തെ വിഷയത്തിലും ഓണ്ട് ഹൃദയത്തിൽ ഓവർ പിരിസവുണ്ട്. മരിക്കരെ മുട്ടാകുമ്പോൾ ദുനിയാവെ വിഷയം, ഉഡ്ഡെ സ്വത്ത്, ഉഡ്ഡെ ജാഗ, ഉഡ്ഡെ പൈസ, ഉഡ്ഡെ കാസു, ഇതൊന്ന് വലിയ വിഷയം. ദുനിയാവ് മനുഷ്യർക്ക് വേണ്ടാണ്ടല്ല, ജീവിക്കോ വേണായത് പലതും ആവശ്യമുണ്ട്. പക്ഷെ ഓവർ പിരിസ കൊണ്ട് കൽബിൽ പണ്ട് ഓവർ പിരിസ ദുനിയാവൊട്ടിಗೆ ദുനിയാവുടെ ആസരൊട്ടിಗೆ ഷമ്മ പിരിസ പണ്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യ ആ ടൈമിലായിരിക്കും അസ്രായിൽ വന്ന് റൂഹെടുക്കിട്. അങ്ങനത്തെ ടൈമിൽ ഈ മനുഷ്യ കൊണ്ട് ഹൃദയ ദുനിയാവൊട്ടിಗೆ ഓവർ ചാഞ്ഞിട്ടിക്കുന്ന ടൈമിലുള്ള എന്തായിരിക്കട് ടൈമിൽ മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ടായെങ്കിൽ അതും ഓർക്ക് വലിയൊരു ഡേഞ്ചറായിരിക്കട്. ഫൽ അംറു ഖത്തർ. ബഹുമാനപ്പെട്ട ഖസ്സാലി ഇമാം ചൊല്ലി ഇങ്ങനെ ഒരു മനുഷ്യ മരിച്ചെങ്കിലും ഓണ്ട് വിഷയം വളരെ ഡേഞ്ചറായിരിക്കട്, വളരെ ഡേഞ്ചറായിരിക്കട്. അപ്പം അതുകൊണ്ടിട്ടു ഖസ്സാലി ഇമാം ചൊല്ലി മനുഷ്യരെ കൽബ് ദുനിയാവിടെ പിരിച്ച ഓവറിടവ് തീരാ. ചിലപ്പോൾ എങ്ങനെ ജീവിച്ച അതേപോലെ ആയിട്ടിക്കും മരിക്കുന്ന ടൈമിലോട് ഉണ്ടാവിടെ. ഓൺ എങ്ങനെ ജീവിച്ച അതേ ടൈമിലായിട്ടിക്കും ചിലപ്പോൾ മരിക്കുന്ന ടൈമിലുണ്ടാവിടെ. അപ്പോൾ അതുകൊണ്ടിട്ടു തിരുത്തര ദുനിയാവുടെ പിരിസങ്ങൾ ഞങ്ങൾ കുറക്കു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സദാസമയത്തിലും ഉണ്ടാവണോ. പിന്നെ കൊണ്ട് അവയവങ്ങളോ ഹൃദയ ചെന്ന പോലെ കേൾക്കില്ല, ഓൾ പിന്നെ അതിലെ ചാഞ്ഞിട്ടിക്കുക ചെന്നിട്ടാണ്. അപ്പം ഈ നിലക്ക് സൂഉൽ ഖാത്തിമയോടുകൂടെ ഇതൊരു സ്റ്റെപ്പിലൂടെ മരിക്കുന്ന ആത്മാർ ഉള്ളാറുണ്ടായിട്ടിക്കട്. ഇതും വളരെ ഡേഞ്ചറായ ഒരു സാഹചര്യമാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ടു ഇങ്ങനെ ഒരു സൂഉൽ ഖാത്തിമയോടുകൂടെ ഒരു മനുഷ്യ മരിച്ചെങ്കിൽ അവനക്ക് കിട്ടണമെങ്കത്തെ പിന്നീടുള്ള എന്തായിരിക്കും ആഖിറത്തിൽ വണ്ടെങ്കത്തെ ഭയാനകത്തെ ഇത് ചെറിയതൊന്നുമല്ല, വളരെ വലിയ വലിയ ഭയാനകമായ വിഷയങ്ങളാണ്. ഒന്നാമതായിട്ട് മുൻകർ നക്കീർ ചോദ്യം കേൾക്കുമ്പോൾ ഖബറിൽ പറയുമ്പോഴേ ഓനക്ക് വല്ലാത്ത സ്ട്രോങ് ആയ ചോദ്യങ്ങളും അതുപോലെ അതിൽ പിന്നെ പണ്ട് ഖബറിന്റെ അദാബുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. അതേപോലെ ഹിസാബ്, അള്ളാഹു ഓൻ്റെ ഹിസാബ് എടുക്കുമ്പോൾ ചെറിയ ഹിസാബ് എന്തുമല്ല, വലിയ നിരക്കാണ് ഹിസാബ് എടുക്കടെ. എന്നിട്ട് കോട്ടികെട്ടല് ആൾമാരമെന്നാൽ ഓൻ്റെ അള്ളാഹു ഫളീഖത്താക്കൂ. ഖിയാമത്ത് ഓൻ്റെ അളക്ക എന്താക്കിട്ടിക്കൂ, ഓൻ്റെ മര്യാദ എടുത്തിട്ട് വിടൂ. സിറാത്ത് പാല കടക്കുമ്പം ഓണ് കീഴ്ബോൾഡായിട്ടിക്കൂ. ജബാനിയത്തിലെ പ്രത്യേകമായ പേടികൾ ഓണുണ്ടാവും. ഇങ്ങനെ എന്തെല്ലാം അദാബുകളെ കൊണ്ടാണ് കൊണ്ട് പിന്നീടുള്ള ജീവനാണ് മനസ്സിലാക്കും. ഒരു ആണിന് വേണ്ടിയിട്ട് അവ വിട്ടുകൊണ്ട് പെൺമക്ക ചെറുതോറും
ഞങ്ങൾ അപ്പവും കാട്ടി ആദർശപ്പെട്ടിട്ട് ഒരു ചെറുക്കുക വേണ്ടിയിട്ട് എന്തിനുള്ള വറകാലൊന്നുമില്ല എത്ര ആണും കിട്ടും ഈമാനുള്ളതാണ് അത് വിട്ടിട്ട് ഒരു ആണുക വേണ്ടി ഈമാൻ വിട്ടുപോണ്ട് പെൺമക്ക ഒരു പെണ്ണുക വേണ്ടിയിട്ട് ഈമാൻ വിട്ടുപോണ്ട് ആണിങ്ങ ഇങ്ങനെ ലോകത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസാസക്ക് സ്ഥാനാസക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വിട്ടുക അതെല്ലാം ഇങ്ങനത്തെ വിഷയങ്ങൾ ഉപദേശിക്കണം എല്ലാം മരണത്തോടു കൂടി ഇങ്ങക്ക് തുടങ്ങണമെങ്കിൽ ശിക്ഷകളും ഓരോരോ സാഹചര്യങ്ങളും അപകടങ്ങളാണ് പിന്നീട് കോട്ടികെട്ടുള്ള വർഷക്കാലം ഇതിരെ ഈ ആക്കിയെങ്കിൽ തപ്പുകയും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുസ്കാമത്താക്കി തരുമാറാകട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ഇത്രയേ നല്ല സ്വറാക്കിയിട്ടും ലാസ്റ്റ് ടൈമിലും എല്ലാം ബെടക്കായി കൊണ്ടെങ്കിൽ ആ നിമിഷങ്ങളെ തൊട്ട് ആ സ്വരങ്ങളെ തൊട്ട് ഞങ്ങളെയും എല്ലാവരും അള്ളാഹു കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. ഞങ്ങൾ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ ആദർശങ്ങളും അമലുകളും മരണത്തെ നിമിഷങ്ങൾ വരെ ലാസ്റ്റ് ഞങ്ങളെ ടൈം വരേക്കും അതേ നിലക്ക് നല്ല നിലക്ക് നിലനിൽപ്പാടും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഓരോരുത്തരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കി തരുമാറാകട്ടെ. വിഷമങ്ങൾ തീർത്തു തരുമാറാകട്ടെ. ഔത്തിലും കുടുംബത്തിലും ബറകത്ത് യാറാക്കി തരുമാറാകട്ടെ. നാശങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഫിത്നകൾ, ഫസാദുകൾ, എല്ലാ നിലക്കുള്ള ബലാകൾ, മുസീബത്തുകൾ തൊട്ട് അള്ളാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.